നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 15 വിഷു. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള അവസാന ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ. സാധാരണ മേടമാസം 1-ാം തീയതിയാണ് വിഷു വരുന്നതെങ്കിലും അപൂർവം ചില വർഷങ്ങളിൽ മേടൻ 2-ാം തീയതി വിഷു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം 2-ാം തീയതി മേടൻ 2-ാം തീയതി അതായത് ഏപ്രിൽ 15-ാം തീയതി വിഷു വരുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മീനൻ രാശിയിലുള്ള സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:32 അങ്ങനെ സൂര്യോദയത്തിന് ശേഷം മേടൻ രാശിയിലേക്ക് സൂര്യന്റെ സംക്രമണം വരുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. മേടം 1-ന് സൂര്യോദയത്തിന് മുമ്പ് സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമ്മൾ മേടമാസം 1-ാം തീയതി വിഷു ആഘോഷിക്കുകയുള്ളൂ. അങ്ങനെ മേടം 1-ന് സൂര്യോദയത്തിന് മുമ്പ് മേടവിഷു സംക്രമണം വരാത്തത് കൊണ്ടാണ് നമ്മൾ പിറ്റേ ദിവസം മേടവിഷുവായി ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുക്കണി ഒരുക്കാറുണ്ട്. ഇന്ന് വിദേശ വിപണികളിൽ സുലഭമായി കണിക്കൊന്ന കിട്ടാറുണ്ട്. ഇനി കണിക്കൊന്ന കിട്ടിയില്ല എങ്കിൽ മറ്റു മഞ്ഞപ്പൂക്കൾ കിട്ടിയാലും മതി. കണിക്കൊന്നയ്ക്ക് പകരം മഞ്ഞപ്പൂക്കൾ ഉപയോഗിച്ചും നമുക്ക് കണിയൊരുക്കാം. തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കും ഓട്ടോറിളിയും മാത്രമേ കണിവെക്കാനായി ഉപയോഗിക്കാവൂ. കൃഷ്ണ വിഗ്രഹത്തിന് അല്ലെങ്കിൽ കൃഷ്ണ ചിത്രത്തിന് മുന്നിൽ വേണം നമ്മൾ കണിവെക്കാൻ. പ്രപഞ്ച പ്രതീകമാണ് ഓട്ടോറിളി. കണി കണ്ടു തൊഴുത ശേഷം ഓട്ടോറിളിയുടെ വക്ക് പിടിച്ച് കണി പൂർണ്ണമായി കാണണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓട്ടോറിളി നൽകുന്ന ഊർജം, ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും എന്നാണ് വിശ്വാസം. ഓട്ടോറിളിയാണ് കണിവെക്കാൻ ഏറ്റവും അനുയോജ്യം. ഇനി ഓട്ടോറിളി ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ വട്ടത്തിലുള്ള പാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉരുളിയിൽ ഉണക്കലരിയും നെല്ലും ചേർത്ത് നിറയ്ക്കണം. ഇതിനു മുകളിൽ വേണം നാളികേരം മുറികൾ വെക്കേണ്ടത്. നാളികേരം ഒരിക്കലും അത് മുഴുവനായിട്ട് വെക്കാതെ അത് മുറിച്ച് തന്നെ വെക്കണം. തുടർന്ന് വെക്കേണ്ടത് കണിവെള്ളരിയാണ്. സ്വർണത്തിന്റെ നിറത്തിലുള്ള യഥാർത്ഥ കണിവെള്ളരി തന്നെ ഇതിന് ഉപയോഗിക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം, ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയവയെല്ലാം നമുക്ക് കണിവെക്കാം. ഫലവർഗ്ഗങ്ങൾ വെച്ചില്ല എങ്കിൽ പോലും ചക്കയും മാങ്ങയും കദളിപ്പഴവും കണിയിൽ നിന്ന് ഒഴിവാക്കരുത്. ഇനി കദളിപ്പഴം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാലിപ്പൂവൻ ഉൾപ്പെടെയുള്ള മറ്റു പഴങ്ങൾ വെക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ചക്കയും മാങ്ങയും കദളിപ്പഴവും വേണമെന്ന് പറയുന്നത്? ചക്ക ഗണപതിയുടെയും മാങ്ങ സുബ്രഹ്മണ്യന്റെയും കദളിപ്പഴം ഉണ്ണിക്കണ്ണന്റെയും പ്രിയ വിഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇവ ഒഴിവാക്കരുതെന്ന് പറയുന്നത്. ഉരുളിയിൽ ഇവയെല്ലാം നിറച്ചാൽ വാൽക്കണ്ണാടി വെക്കാം. വാൽക്കണ്ണാടി ഇല്ലെങ്കിൽ വട്ടക്കണ്ണാടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്കുള്ളത്. കണി കാണുന്നതിനൊപ്പം സ്വന്തം മുഖം കൂടി കാണുക എന്ന സങ്കല്പവും ഇതിന് പിന്നിലുണ്ട്. ഇതെല്ലാം വെക്കുമ്പോൾ ഉരുളി നിറഞ്ഞിരിക്കും. ശേഷിക്കുന്നവ മറ്റൊരു താലത്തിൽ വേണം വെക്കാൻ. കോടിമുണ്ട്, ഗ്രന്ഥം, സ്വർണം, നാണയത്തുട്ടുകൾ, കുങ്കുമച്ചപ്പ് എന്നിവയാണ് താലത്തിൽ വെക്കേണ്ടത്. പിന്നീട് ഊട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരം വെള്ളമാണെന്നാണ് നമ്മുടെ സങ്കല്പം. കണിയൊരുക്കങ്ങളെല്ലാം പൂർത്തിയായ ശേഷം വേണം കൊന്നപ്പൂ വിതറാൻ. ഓട്ടൂരുളിയിലും മറ്റ് കണിയൊരുക്കലുകളിലും കൊന്നപ്പൂക്കൾ വീഴാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊന്നപ്പൂവ് കൊലയോടെ വെക്കുന്നതിലും കുഴപ്പമില്ല. ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ രാത്രി 11:50 മുമ്പായിട്ട് തന്നെ കണി ഒരുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾ ചെയ്തു വെക്കണം. രാവിലെ കണി കാണാൻ പോകുന്നതിന് മുമ്പ് നിലവിളക്ക് കൊളുത്തുന്നതിലാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചിത്രത്തിൽ പതിയരുത്. അങ്ങനെ വന്നാൽ ദോഷങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഇനി നാളെ ഏത് സമയത്താണ് കണി കാണുവാൻ ഏറ്റവും അനുകൂലമായ സമയം, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശുഭകരമായ മുഹൂർത്തം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ലോകത്തിലുള്ള എല്ലാ മലയാളികളും വിഷുക്കണി ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിഷുക്കണി കാണേണ്ടത് കൃത്യമായ ഏത് സമയത്താണ് എന്നുള്ളത്. ഭഗവാൻ നാരായണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ഗുരുവായൂരപ്പൻ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു വിഷുദിനത്തിൽ കണി കാണുവാൻ ഏറ്റവും ഉചിതമായ സമയം ഏതാണ്? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സ്വന്തക്കാർ എല്ലാവരോടും ഈ കൃത്യമായ സമയം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഭൂമിയിലുള്ള കണി കാണുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുവാൻ പോകുന്ന സമയമാണ്. ബുധനാഴ്ച പുലർച്ചെ 4:42 ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കും. 4:42 മുതലുള്ള 12 മിനിറ്റ് സമയമാണ് കണി കാണുവാൻ ഏറ്റവും ഉത്തമമായ സമയം. ശരിക്കും പറഞ്ഞാൽ 4:42 മുതൽ 4:54 വരെയുള്ള സമയമാണ് വിഷുക്കണി കാണുവാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അപ്പോൾ അലാറം വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, വെളുപ്പിന് 4:42 4:54 ഇടയിലുള്ള സമയത്ത് അലാറം വെച്ച് കണി കണ്ട് ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചാൽ അത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ, സാക്ഷാൽ ഭഗവാൻ നാരായണനെ നേരിട്ട് ദർശിച്ചതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്രയും ചൈതന്യമുള്ള ഒരു സമയമാണ് ഞാൻ ഈ പറഞ്ഞ സമയം. കണി കാണുന്നവർക്ക്
വെളുപ്പിന് 3:32 മുതലുള്ള സമയത്ത് കണി കാണാം. പക്ഷെ ഞാൻ ഈ പറയുന്ന സമയത്ത് കണി കാണുന്നതാണ് ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധികരവുമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, കണി കാണുവാൻ ഏറ്റവും ശുഭകരമായ മുഹൂർത്തം വെളുപ്പിന് 4:42-നും 4:54-നും ഇടയിലുള്ള മുഹൂർത്തമാണ് എന്ന്. കണി കാണുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം 4:42 മുതൽ 5:28 വരെയുള്ള സമയമാണ്. കഴിവതും 5:28-ന് മുമ്പുള്ള സമയത്ത് തന്നെ കണി കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, വെളുപ്പിന് 5:28-ന് മുമ്പ് കണി കാണുന്നതാണ് ഏറ്റവും ശരിയായ രീതി. 6 മണി 7 മണി വരെ കിടന്നുറങ്ങിയിട്ട് അതിനുശേഷം എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് കണി കാണുന്നതിന് ഫലമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, 4:42-നും 5:28-നും ഇടയിലുള്ള മുഹൂർത്തമാണ്, സമയമാണ് കണി കാണുവാൻ ഏറ്റവും അനുയോജ്യം. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് 4:42-നും 4:54-നും ഇടയിലുള്ള സമയമാണ്. ഇനി വെളുപ്പിന് നിങ്ങൾ വിളക്ക് കത്തിക്കുവാനായിട്ട് ഞാൻ ഈ പറയുന്ന ബ്രാഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ സമയമുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ വിഷുപക്ഷിയുടെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അത് അതീവ ശുഭകരമാണ്. ഏറ്റവും ഉത്തമമായ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വരുന്നതിന്റെ ലക്ഷണമാണ്. അപ്പോൾ ബുധനാഴ്ച പുലർച്ചെ വിഷുക്കണി കാണാൻ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുവാൻ എഴുന്നേൽക്കുന്ന സമയത്ത്, വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിളികളുടെ ശബ്ദം കേൾക്കുന്നത്, കുയിലിന്റെ ശബ്ദം കേൾക്കുന്നത് അതീവ ശുഭകരമാണ്. അങ്ങനെ കിളികളുടെയോ കുയിലിന്റെയോ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് വിഷുപക്ഷിയുടെ ശബ്ദമാണ്. ആ വീട്ടിൽ ഭഗവാൻ നാരായണൻ എത്തിയിരിക്കുന്നു, സാക്ഷാൽ ഗുരുവായൂരപ്പൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിളക്ക് തെളിയിക്കാൻ വരുന്നവർ നാരായണ 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 മന്ത്രം ജപിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് വേണം നിലവിളക്ക് തെളിയിക്കുവാൻ. അങ്ങനെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ, ഓം ഹ്രീം ഭഗവതേ സ്വാഹ, ഓം ദുർഗാദേവീം ശരണമഹം പ്രപദ്ധ്യേ, ഈ നാമങ്ങൾ ചൊല്ലി നന്നായിട്ട് ഭഗവാനെ ഭഗവതിയെ മനസ്സ് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പറഞ്ഞ നാമങ്ങൾ നാളെ കണി കാണുന്ന എല്ലാവരും ഇത് ചൊല്ലി വേണം പ്രാർത്ഥിക്കുവാൻ. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നവർ ഉണ്ട് എങ്കിൽ ഓം സം സരസ്വതിയെ നമ എന്ന മന്ത്രം 8 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം. നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ ആകർഷായ സ്വാഹ, ഈ മന്ത്രം 8 പ്രാവശ്യം ചൊല്ലി നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ പാർവതീശ മഹാദേവസുതം മേ ദേഹി ശങ്കരം യുവാനം ധർമ്മം നിരതം ആയുഷ്മന്തം യശോസിനം എന്ന മന്ത്രം 8 പ്രാവശ്യം ചൊല്ലി നന്നായി പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ, ഇങ്ങനെ ചൊല്ലി ഭഗവാൻ നാരായണനെ നന്നായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം മറ്റു മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചൊല്ലുക. ഇതിൽ പരം ഒരു ഐശ്വര്യം, അതിൽ പരം ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ഒരു കാലത്തും വന്നു ചേരുകയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് വരിക, എഴുന്നേറ്റ് വന്ന് വിളക്ക് കത്തിച്ച് കണി കാണുക, വിഷുപക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യകരവും ശുഭകരവുമാണെന്ന് മനസ്സിലാക്കുക. കേട്ടില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, കേൾക്കുന്നവർ ആ കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. വിഷുപക്ഷിയുടെ ശബ്ദം ആർക്കൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു എന്ന് അറിയുന്നത് തന്നെ ഏറ്റവും ശുഭകരമായ കാര്യമാണ്. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ചന്ദനത്തിരികൾ കത്തിച്ച് ആ ഒരു ഭാഗം സുഗന്ധപൂരിതമാക്കുക. അതുപോലെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഈ കണിക്കൊന്നയോടൊപ്പം അല്പം മുല്ലപ്പൂവും വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇങ്ങനെ മുല്ലപ്പൂ കൂടി വെക്കുകയാണെങ്കിൽ അവിടമെല്ലാം സുഗന്ധപൂരിതമാകും. അങ്ങനെ സുഗന്ധപൂരിതമാകുമ്പോൾ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ നിറയും എന്നുള്ളതാണ്. അതായത് ഭഗവതി അത്രയും സന്തോഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് അനുഗ്രഹം ചൊരിയുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല ചന്ദനത്തിരികൾ, കുന്തിരിക്കം പോലുള്ള കാര്യങ്ങൾ, മുല്ലപ്പൂ, സുഗന്ധ വസ്തുക്കൾ ഇവയെല്ലാം വിതറി ആ കണി വെച്ചിരിക്കുന്നിടത്ത് എന്തെന്നില്ലാത്ത രീതിയിൽ ഒരു സുഗന്ധം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആ കണി വെച്ചിരിക്കുന്നിടം ഏറ്റവും സന്തോഷപ്രദമാക്കി, ഏറ്റവും ഐശ്വര്യപ്രദമാക്കി മാറ്റണം. അങ്ങനെ വളരെയേറെ സുഗന്ധമുള്ള, ഏറ്റവും ഐശ്വര്യമുള്ള അവിടെ നിലവിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി ദേവിയെ കൂടി നന്നായി പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. പലരും നല്ല രീതിയിൽ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കും, പക്ഷെ പലപ്പോഴും നാരായണിയെ, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാൻ മറന്നുപോകും. ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രങ്ങളുണ്ടല്ലോ, ആ മന്ത്രങ്ങൾ നല്ലവണ്ണം ജപിച്ച് നന്നായി പ്രാർത്ഥിക്കണം.
ഭഗവാൻ വരുന്നിടത്ത് ഭഗവതിയും വരും. അപ്പോൾ ആ മഹാലക്ഷ്മിയെ കൂടി ആ ഭഗവതിയെ കൂടി നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ സർവശക്ത മഹാമായ അമ്മ മഹാലക്ഷ്മിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. എങ്ങനെയാ? ഓം ശ്രീം ശ്രീയേ നമഃ, ഓം മഹാലക്ഷ്മിയെ നമഃ. ഈ മന്ത്രങ്ങൾ 8 പ്രാവശ്യം ചൊല്ലി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ മഹാലക്ഷ്മി മന്ത്രങ്ങൾ കൂടി ജപിച്ച് മഹാലക്ഷ്മിയെ നന്നായി പ്രാർത്ഥിക്കുക. അതിനുശേഷം വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളെയും വിളിച്ചുകൊണ്ട് വന്ന് നന്നായി അവർക്ക് കണി കാണിച്ചു കൊടുക്കുക. അങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് കൂടി ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ, അതുപോലെ ഓം ശ്രീം ശ്രീയേ നമഃ, ഓം മഹാലക്ഷ്മി നമഃ. ഈ മന്ത്രങ്ങൾ ചൊല്ലി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രങ്ങൾ നമ്മുടെ സന്താന സൗഭാഗ്യത്തിന്, വിവാഹ തടസ്സം മാറാൻ, വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പരീക്ഷകളിൽ വിജയമുണ്ടാകാൻ ആ പറഞ്ഞ മന്ത്രങ്ങൾ കൂടി നല്ല രീതിയിൽ ജപിക്കുക. അങ്ങനെ ഓരോ അംഗങ്ങളായി വിളക്ക് തൊഴുത് കണി കണ്ട് കൈനീട്ടമൊക്കെ കൈമാറി നല്ല ഐശ്വര്യപൂർണമായി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ സ്ത്രീകൾ അടുക്കളയിൽ കയറുന്നതിന് മുമ്പായി ഭഗവാൻ മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണ മന്ത്രം ജപിച്ച് നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ ചായക്ക് ഇടുന്നതിന് മുമ്പായി, പാലൊക്കെ തിളപ്പിക്കുന്നതിന് മുമ്പായി അന്നപൂർണേശ്വരിയും മഹാലക്ഷ്മിയും, ആദ്യം മഹാലക്ഷ്മിയും പിന്നെ അന്നപൂർണേശ്വരി ദേവിയും പ്രാർത്ഥിക്കുക. ഓം മഹാലക്ഷ്മിയേ നമ, ഓം അന്നപൂർണേ നമ എന്നിങ്ങനെ മഹാലക്ഷ്മിയും അന്നപൂർണേശ്വരിയും പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ എന്നിങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ മഹാലക്ഷ്മി മന്ത്രം ചൊല്ലിയതിനു ശേഷം അന്നപൂർണാഷ്ടകം പ്രധാന ശ്ലോകങ്ങൾ 2 ശ്ലോകങ്ങൾ ചൊല്ലി നിങ്ങൾക്ക് നന്നായി അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കാം. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി, മാതാ ച പാർവതീ ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവാ ശിവഭക്ത ച സുദേശോ ഭുവനത്രയം. അപ്പോൾ മഹാലക്ഷ്മി ദേവിയും അന്നപൂർണേശ്വരി ദേവിയും പ്രാർത്ഥിച്ചിട്ട് വേണം വിഷു ദിവസം സ്ത്രീകൾ അടുക്കളയിൽ കയറി പാചകം ചെയ്തു തുടങ്ങാൻ എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഭഗവാൻ നാരായണിയെയും ഒപ്പം അന്നപൂർണേശ്വരി ദേവിയും ധ്യാനിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, മന്ത്രം ജപിച്ചുകൊണ്ട് വേണം അടുക്കളയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ. അതുപോലെ വിഷു ദിവസം നമ്മുടെ വീടുകളിൽ വരുന്ന പക്ഷികൾക്ക് മറ്റും നമ്മൾ വെള്ളവും ധാന്യങ്ങളും നൽകുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ജലം വെച്ച് മറ്റൊരു പാത്രത്തിൽ ധാന്യങ്ങൾ, അരിയോ ഗോതമ്പോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ ഒക്കെ ഇട്ട് പക്ഷികൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ ഒക്കെ ഇങ്ങനെ പക്ഷികൾക്ക് ജലവും ധാന്യങ്ങളും നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഈ ധാന്യവും ജലവും എല്ലാം പക്ഷികൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വളരെയേറെ ഈശ്വരപ്രീതി, ഈശ്വരാധീനം കൊണ്ടുതരുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഓർത്തിരിക്കുക, വിഷു ദിവസം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് പക്ഷികൾക്ക് ഇങ്ങനെ ധാന്യങ്ങളും വെള്ളവും കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഭഗവാനെയും ഭഗവതിയും എല്ലാം പ്രാർത്ഥിച്ച് കണിയെല്ലാം കണ്ടതിന് ശേഷം വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള തുളസിത്തറയിൽ, മിക്കവാറും പേരുടെ വീടിന്റെ മുമ്പിൽ തുളസിത്തറ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തുളസി ഉണ്ടായിരിക്കും. ആ തുളസി ചൂട്ടിൽ ഒരു മുന്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ തുളസി തറയുള്ളവർ ആ തുളസിക്ക് ചുറ്റും ഒരു തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നത്, തുളസി ദേവിയെ സ്മരിച്ചുകൊണ്ട്, മഹാലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നത്, നാരായണിയെയും ഓർത്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രസീത തുളസീ ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരൂത മദനോത്ഭൂതേ തുളസി ത്വാ നമാമിഹം എന്ന് ജപിച്ചുകൊണ്ട് തുളസി ദേവിയെ ഒന്ന് മനോഹരമായി പ്രാർത്ഥിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ തുളസി തറയിൽ ഈ വിഷുപുലരിയിൽ ഒരു മൊന്ത ജലമൊഴിക്കുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ്. അതിൽ പരം പുണ്യമായ മറ്റൊരു കാര്യമില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെ തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാനെ നോക്കി ഓം ആദിത്യായ നമ എന്ന് കൂടി ചൊല്ലുക. അതുപോലെ നാരായണീയം, വിഷ്ണുപുരാണം, ഗരുഡപുരാണം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം എന്നിവയെല്ലാം ഉറക്കെ ചൊല്ലുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. അല്ലെങ്കിൽ ഉറക്കെ അത് കേൾക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയെല്ലാം ചെയ്യുക. ഈ ഒരു വിഷുപുലരി മുതൽ അടുത്ത ഓരോ വർഷക്കാലം നിങ്ങൾക്ക് ഏറ്റവും ശ്രേയസ്കരവും ഏറ്റവും ഐശ്വര്യപ്രദവും സമ്പൽ സമൃദ്ധവും നന്മ നിറഞ്ഞതുമാകും. ലോകമെമ്പാടുമുള്ള എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.